നന്ദ, നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്, എങ്ങനെയാ ഋഷി പ്രഭാവതിയുടെ ശത്രുവായെന്ന്. സ്വന്തം അമ്മയെ കളിയാക്കിയതിന്റെ പേരില് എന്റെ മോനെ നീ ഇല്ലാണ്ടാക്കിയല്ലേ? മേഡം, പറ, എന്താ ഉണ്ടായത്? മേഡം, ഞാൻ പറ, എന്റെ ഋഷിക്ക് എന്താ പറ്റിയേ? മേഡം, ഞാൻ അത് മേഡം, നീ മാറി നിൽക്ക്. എനിക്ക് ഇവനോടാ സംസാരിക്കാനുള്ളത്. മാഡം പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. നന്ദു എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുക. ഒന്നും തകർന്നിട്ടില്ല. ഇവിടെ എല്ലാവരും അഭിനയിക്കുക. നന്ദ, എന്റെ മോനെ കുറിച്ച് എനിക്കറിയണം. നീ അവനെ അപകടപ്പെടുത്തിയോ? നിന്നെ രക്ഷിച്ചെടുക്കാനല്ലേ ആ ജഡ്ജി ഹരി എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? മേഡം, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. പറഞ്ഞില്ലേ മാഡം, നന്ദുവിന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഋഷിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ ഉടനെ ഞാൻ വിളിച്ചു പറയാം. നീ ഇവനെ അങ്ങ് വെളുപ്പിക്കണ്ട. ഇവന്റെ കയ്യിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നോക്ക്, ഋഷിക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ മാത്രല്ല, നിന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാവില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നീയും നിന്റെ അമ്മ പ്രഭാവതി ഒക്കെ അനുഭവിക്കും. മാഡം എന്തറിഞ്ഞിട്ടാ ഈ ഭീഷണിപ്പെടുത്തുന്നേ? ഭീഷണിയല്ല, അരുന്ധതി പറഞ്ഞതാ. എനിക്കാകെയുള്ളത് എന്റെ മോന. അറിയാലോ നന്ദ, എന്നെ വിടില്ല ഞാൻ. നന്ദു, ഋഷിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. പറ നന്ദു. ഇല്ല, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ വെറുതെ വിട്ടേക്ക് മേഡം. എനിക്കൊന്നും അറിയില്ല, സത്യമാ.